സ്വാഗതം ശർമ്മജി. നമസ്തേ. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. കാഞ്ചനയാണ് കത്ത് അയച്ചിരിക്കുന്നത്. വളരെ മനസ്സമാധാനം നൽകുന്ന ഒരു പ്രോഗ്രാമാണിതെന്ന് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് മകന് വേണ്ടിയിട്ടാണ് കത്ത് അയക്കുന്നത്. മകന് പഠനം കഴിഞ്ഞ് നിൽക്കുകയാണ്. 24 വയസ്സായി. ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. കൂട്ടുകാരുമായി കറങ്ങി നടക്കുകയാണ്. ഒന്നിനും ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല. മകൻ രക്ഷപ്പെടുമോ? എന്താണ് പരിഹാരം എന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രായത്തിൽ കൂട്ടുകൂടി നടക്കും. സിനിമയ്ക്കൊക്കെ പോവും, പന്ത് കളിക്കാൻ പോവും, ക്രിക്കറ്റ് കളിക്കാൻ പോവും. കൗമാരകാലമല്ലേ, അവിടെ ഇങ്ങനെ മന്ദബുദ്ധി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നോക്കൂ. തുലാലഗ്നം, തുലാം വൃശ്ചികം ധനു, മകരരാശിയിൽ ക്രൂരഗ്രഹമായ ചൊവ്വ യോഗകാരകനായി രുചകം എന്ന യോഗവ്യവസ്ഥിതിയിൽ അരോഗതൃടഗാത്രനായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു ജലദോഷപ്പനിയോ വല്ലതും ഒക്കെ വരും. അതല്ല, അരോഗതൃടഗാത്രൻ, ദീർഘായുസ്, ചുണയും സാമർഥ്യവും പൗരുഷവും പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും അല്പം ഒരു പൗരുഷ രീതിയിലേക്ക് വരും. കാരണം രുചകയോഗമുള്ള പെൺകുട്ടികൾ IPS, IAS, മിലിറ്ററിയിലെ കമാൻഡിങ്, അതുപോലെ തന്നെ എയർഫോഴ്സ്, കര, നാവിക, വ്യോമ സേനകൾ, കായിക അഭ്യാസികൾ, ഇങ്ങനെയുള്ള മേഖലയിലും അല്പം പൗരുഷം പോലെ തോന്നിപ്പിക്കുന്ന രീതി. പുരുഷന്മാർക്കാണെങ്കിൽ ദീർഘായുസ്, ആരോഗ്യം, പൗരുഷം, അതുപോലെ തന്നെ വിശാല ഹൃദയൻ, കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒക്കെ വേണ്ടിയിട്ട് ഏത് രാത്രിയിലും വിളിച്ചാലും ചാടി വരിക. അങ്ങനെ ഈ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പയ്യനല്ല. ന്യായമായ വിദ്യാഭ്യാസം, വ്യോമസേന, കരസേന, നാവികസേന മുതലായിട്ടുള്ള ഈ പട്ടാള വിഭാഗം, പോലീസിലെ കുറ്റാന്വേഷണം, രഹസ്യാന്വേഷണം, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഈ വക മേഖലകൾ, നീതി ന്യായം വകുപ്പുകൾ, ഇങ്ങനെയുള്ള മേഖലകളിലേക്കുള്ള പഠിത്തം, തൊഴിൽ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഉപജീവനം, ആ ആയുഷ്കാലം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ മേഖലകളാണ് രുചകയോഗം കൊണ്ട് പറയുന്നത്. അതൊരു വലിയ ഭാഗ്യപരമായിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. ഭാവിയിൽ അത് ഈ രുചകയോഗത്തിൽ മറ്റു ചില ഗ്രഹങ്ങളുടെ ദൃഷ്ടി വന്നാൽ രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ കുട്ടിക്കാലത്ത് ഇറങ്ങി, പിന്നീട് MLA, MP, പിന്നെ അങ്ങ് മന്ത്രി, അങ്ങ് മേലോട്ടങ്ങ് കയറി വരികയും ഒക്കെ ചെയ്യുന്ന യോഗത്തിൽപ്പെടുകയും ചെയ്യും. പ്രസ്തുത യോഗങ്ങളല്ല ഈ വക രുചകം മാത്രമേ ഉള്ളൂ എങ്കിൽ പട്ടാളം, പോലീസ്, രഹസ്യാന്വേഷണം, കുറ്റാന്വേഷണം, നീതി ന്യായം, അതുപോലെ ന്യായാസനങ്ങൾ, ഇങ്ങനെയുള്ളത് വർക്ക് ചെയ്യുക, അതിൻ്റെ ജീവിതം ഒക്കെയായിട്ട് മുന്നോട്ട് പോകും. നല്ല ബന്ധങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നല്ല സൗന്ദര്യം ഉണ്ടാവും. ആണുങ്ങളെ സംബന്ധിച്ച് പൗരുഷം ഉള്ള വ്യക്തിയായിട്ട് തീരും. നല്ല സ്നേഹസമ്പന്നനായിരിക്കും. ജീവിതം പൊതുവെ ധന്യമായ ജീവിതം ഉണ്ടാവും. അധികസ്യ അധികം ബലം, അതായത് എത്ര കണ്ട് ഈ ചൊവ്വാഗ്രഹത്തെ സന്തോഷിപ്പിക്കുന്നു അത്രയും വേഗം മോന് ജോലി കിട്ടും, കുടുംബജീവിതം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. എന്തിനു വേണ്ടി ഇപ്പം പ്രസംഗിക്കുന്നു? കൂട്ടുകാരുമായി ചുറ്റിക്കറങ്ങുന്നു എന്നാണ്. വെറും ഒരു മഫൻ കുഞ്ഞായിട്ട് വീട്ടിൽ ഇരുന്ന് പൊതിഞ്ഞുകൂടി ആർക്ക് ലോകം കണ്ടിട്ടില്ല, സൂര്യപ്രകാശം കണ്ടിട്ടില്ല, അങ്ങനെ ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ 10 പേർക്ക് പ്രയോജനകരമായിട്ട് കൂട്ടും കൂടി ഓരോ പ്രായത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. ഇച്ചിരി കുസൃതിയൊക്കെ ഉണ്ടാവും മനുഷ്യനാവുമ്പോൾ, പക്ഷേ അധികം ആവാതെ. പിന്നെ അതുപോലെ തന്നെ ജിംനേഷ്യം, കരാട്ടെ, കുംഫു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഫുട്ബോള്, കായികം, ഈ വക മേഖലകളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുമായി ബന്ധപ്പെട്ട് പോവുക. സുബ്രഹ്മണ്യൻ, ഭഗവതി മൂർത്തികളെയൊക്കെ പ്രസാദിപ്പിക്കുക. രുചകം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്ത് പെട്ടെന്ന് ജോലി സമ്പാദിക്കുക. അതുപോലെ തന്നെ ചെമ്പവിഴം ധരിക്കാം.
ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സാധുക്കൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാം. ചൊവ്വാഴ്ച ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താം. ഇങ്ങനെയൊക്കെ ചെയ്ത് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് സന്തോഷമായി കഴിഞ്ഞാൽ വീണ്ടും ദേവാമൂഹത്തിലോട്ട് കത്തെഴുതുക.